കൂട്ടുകാരെ, തിരുവിരുന്നിന്റെ ഇന്നത്തെ എപ്പിസോഡ് കാണാൻ നിങ്ങൾ കാത്തിരിക്കുകയാണല്ലോ. എത്ര വ്യത്യസ്തങ്ങളായ അറിവുകളും മൂല്യങ്ങളുമാണ് തിരുവിരുന്ന് നമുക്ക് നൽകിക്കൊണ്ടിരിക്കുന്നത്. പുതുമയുള്ള ഒരു എപ്പിസോഡിലേക്ക് നിങ്ങളെല്ലാവരെയും ഞാൻ സ്വാഗതം ചെയ്യുന്നു. ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. സുഖല്ലേ? സന്തോഷല്ലേ? ക്ഷീണമൊന്നുമില്ലല്ലോ? പഠനവിശേഷമൊക്കെ എങ്ങനെ? നന്നായിട്ട് പഠിക്കുന്നുണ്ട്. ഇപ്പൊ പരീക്ഷാ സമയമൊന്നുമല്ലല്ലോ? നിങ്ങളുടെ മുഖം നോക്കി അറിയാം. ടെൻഷനൊന്നുമില്ല, വളരെ കൂളായിട്ടായിരിക്കുന്നത് അല്ലേ? ഓക്കെ, ഞാനൊരു ചോദ്യം ചോദിക്കാൻ പോണേ. നമ്മളെ ദൈവം സൃഷ്ടിച്ചപ്പോൾ മനുഷ്യനായി സൃഷ്ടിച്ചതിൽ സന്തോഷമുള്ളവർ നോക്കിക്കേ. എന്നെ മനുഷ്യനായി സൃഷ്ടിച്ചതുകൊണ്ട് എനിക്ക് സന്തോഷമാണ്. വെരി ഗുഡ്. എല്ലാവർക്കും മനുഷ്യനാകാൻ തന്നെയായിരുന്നു ഇഷ്ടം. പട്ടിയും പൂച്ചൊന്നും ആവാൻ ഇഷ്ടമില്ലായിരുന്നു അല്ലേ? ഓക്കെ, ഇനി ആൺകുട്ടികൾ പറയാം, ആണായി സൃഷ്ടിച്ചതിൽ സന്തോഷമുണ്ടോ? സന്തോഷം ഇല്ലേ? അതൊക്കെ സന്തോഷമില്ല. പെണ്ണാവണായിരുന്നോ? അല്ല. പെൺകുട്ടികളായി സൃഷ്ടിച്ചതിൽ സന്തോഷമുണ്ടോ? എല്ലാവർക്കും സന്തോഷമാണ്. ഓക്കെ, മറ്റ് ജീവജാലങ്ങളും നമ്മൾ മനുഷ്യരുമൊക്കെ വസിക്കുന്ന ഇടം എവിടെയാണ്? ഭൂമിയാണ് അല്ലേ? സംശയമൊന്നുമില്ല. ഭൂമിയെ പോലെ തന്നെ ജീവന്റെ കണങ്ങളുള്ള അല്ലെങ്കിൽ ജീവവസ്തുക്കളുള്ള മറ്റ് ഗ്രഹങ്ങളുണ്ടോ? ഇല്ല. സംശയായി. നിങ്ങൾ സയൻസ്, സോഷ്യൽ സയൻസ് ഒക്കെ പഠിക്കുന്നവരല്ലേ? ഉണ്ടോ ഇല്ലയോ? ഇല്ല. പഠനങ്ങളും ഗവേഷണങ്ങളും ഒക്കെ ഒരുപാട് നടക്കുന്നുണ്ട്. പക്ഷെ ഇതുവരെയും സ്ഥിരീകരിച്ചിട്ടില്ല അങ്ങനെ മറ്റൊരു ഗ്രഹം ഉണ്ടെന്ന്. ഭൂമിയെപ്പോലെ മറ്റൊരു ഗ്രഹം, അല്ലെങ്കിൽ നമ്മളിപ്പോൾ ചൊവ്വയിൽ ജീവന്റെ കണം കണ്ടെത്തി, അങ്ങനെയുള്ള അഭ്യൂഹങ്ങളൊക്കെ കേൾക്കുന്നുണ്ടെങ്കിലും സ്ഥിരീകരിച്ചിട്ടില്ല. അങ്ങനെയെങ്കിൽ നമ്മുടെ ഈ ഭൂമിയെ സൃഷ്ടിച്ചത് ആരാണ്? ദൈവമാണ് സൃഷ്ടിച്ചത്. ദൈവമാണ് ഭൂമിയെ സൃഷ്ടിച്ചത് എന്നുള്ളതിന് എന്തെങ്കിലും ബിബ്ലിക്കൽ സോഴ്സ് ഉണ്ടോ? ബൈബിളിൽ എന്തെങ്കിലും? ഉണ്ട്. ബ്രിജിറ്റ്, എന്താണ് ബൈബിളിൽ നമുക്ക് ഇതിനൊരു തെളിവ്? ഉൽപ്പത്തി പുസ്തകത്തില് ഒന്നാം അധ്യായം ഒന്നാം വാക്യം എന്ത് പറയുന്നു? ആദിയിൽ ദൈവം ആകാശവും ഭൂമിയും ഭൂമിയും സൃഷ്ടിച്ചു. അപ്പൊ നമുക്ക് ഉറപ്പാണ് ഭൂമിയെ സൃഷ്ടിച്ചത് ആരാണ്? ദൈവമാണ്. അപ്പോൾ ആകാശവും ഭൂമിയെ സൃഷ്ടിച്ചതിന്റെ തൊട്ടടുത്ത ഒരു വചനം ഇങ്ങനെയും കൂടി പറയുന്നുണ്ട്. ഭൂമി രൂപരഹിതമായിരുന്നു എന്നും ഭൂമി ശൂന്യമായിരുന്നുവെന്നും കൂടി പറയുന്നുണ്ട്. അപ്പോൾ ഈ രൂപരഹിതമായ ഭൂമിയെ ക്രമപ്പെടുത്തി ചിട്ടപ്പെടുത്തി ശൂന്യമായിരുന്ന ഭൂമിയെ ശൂന്യമല്ലാതാക്കി തീർത്തത് ആരാണ്? ദൈവമാണ്. അതെങ്ങനെയാണ്? തുടർ സൃഷ്ടികളിലൂടെയാണ് ദൈവം നടത്തിയത് അല്ലേ? ദൈവം ഭൂമിയെ സൃഷ്ടിച്ചതിന് ശേഷം നമ്മൾ കാണുന്നുണ്ട് 6 ദിവസവും സൃഷ്ടികർമ്മത്തിലായിരുന്നു ദൈവം അല്ലേ? 6-ാം ദിവസം പൂർത്തിയാക്കി 7-ാം ദിവസം ദൈവം വിശ്രമിച്ചു എന്നാണ് പറയുക. അങ്ങനെ ദൈവം സൃഷ്ടിച്ച ഈ മനോഹരമായ ഭൂമി അല്ലേ, മനോഹരമായ ഭൂമിയെ നമുക്ക് തന്നു. ഭൂമിയുടെ മനോഹാരിതയെക്കുറിച്ച് ഒരുപാട് കവികൾ വർണ്ണിച്ചിട്ടുണ്ട്. ഒരുപാട് എഴുത്തുകാർ കഥകൾ എഴുതിയിട്ടുണ്ട്. സഞ്ചാര സാഹിത്യങ്ങളുണ്ട്. ഏതെങ്കിലും കവിതകൾ നിങ്ങൾക്കറിയുമോ അങ്ങനെ ഭൂമിയെക്കുറിച്ച് വർണ്ണിക്കുന്ന കവിതകൾ? ഭൂമിയെക്കുറിച്ച് കുറ്റിപ്പുറം പാലം ഭൂമിയെക്കുറിച്ച് പറയുന്ന ഒരു കവിതയാണ്. മറ്റൊന്ന് കാടെവിടെ മക്കളെ അല്ലേ? അതും ഭൂമിയെക്കുറിച്ച് തന്നെ പറയുന്നതാണ്. ഇനി വേറെ എങ്കിലും അറിയോ? മരത്തിന് സ്തുതി. നിങ്ങൾ ഭയങ്കര മിടുക്കരാണല്ലോ, മലയാളമൊക്കെ നന്നായിട്ട് പഠിക്കുന്നുണ്ട് അല്ലേ? ഓക്കെ, അതുപോലെ തന്നെ നമുക്ക് സഞ്ചാര സാഹിത്യങ്ങളുണ്ട് അല്ലേ? സഞ്ചാര സാഹിത്യങ്ങൾ അത് ഏതൊക്കെയാ? ആർക്കെങ്കിലും പറയാൻ പറ്റും? ഏതെങ്കിലും കേട്ടിട്ടുണ്ടോ അങ്ങനെ? നൈൽ ഡയറി. അങ്ങനെ ഭൂമിയെ ഇപ്പൊ നമ്മൾ കണ്ടു, ഭൂമിയെ വർണ്ണിക്കുന്ന ഒരുപാട് കവിതകൾ. ഇനി കഥകളും ഉണ്ട് കേട്ടോ. കഥകൾ ആർക്കറിയാം? ഭൂമിയെ വർണ്ണിക്കുന്ന കഥകൾ വല്ലവർക്കും അറിയോ? ഭൂമിയുടെ അവകാശികൾ, വൈക്കം മുഹമ്മദ് ബഷീറിന്റെ അല്ലേ? ഇനി മറ്റൊന്ന് ചെങ്കരൻ പ്ലാവ്. ഇനി വേറെ എന്തെങ്കിലും? ചെമ്പംപ്ലാവ്. അങ്ങനെ പ്ലാവുകളുടെ ഒരു കൂട്ടം. അങ്ങനെ ഒരുപാട്. അപ്പൊ ഇത്രയൊക്കെ മനോഹരമായിട്ട് ദൈവം നമുക്ക് ഈ ഭൂമിയെ സൃഷ്ടിച്ച്, ഇത്രയും കവികളും എഴുത്തുകാരൊക്കെ വർണ്ണിച്ച്, ഇത്രയും മനോഹരമായ സൃഷ്ടിച്ച ഭൂമിയിൽ ഒരുപാട് നമ്മൾ ഇഷ്ടപ്പെടുന്ന ഭൗതിക സവിശേഷതകൾ കൊണ്ട് അലങ്കൃതമാണ് ഭൂമി അല്ലേ? അങ്ങനെ ഏതെങ്കിലും സവിശേഷതകൾ നിങ്ങൾക്ക് ഹൃദയഹാരിയായ എന്തെങ്കിലും ഉണ്ടോ? ഏതെങ്കിലും സവിശേഷതകൾ, ഭൗതിക സവിശേഷതകൾ ഭൂമിയുടെ? ഒരുപാടുണ്ടല്ലേ. നമ്മൾ ഭൂമിയിലേക്ക് നോക്കിക്കേ, പുഴകളും മലകളും പുഴകളും ഒക്കെ രണ്ടും ഇഷ്ടമാണ്. കാടുകൾ
പർവ്വതനിരകൾ, വെള്ളച്ചാട്ടങ്ങൾ, വെള്ളച്ചാട്ടങ്ങൾ. ഓക്കെ. അപ്പോൾ വനങ്ങളും വെള്ളച്ചാട്ടങ്ങളും പർവ്വതങ്ങളും ഹിമാനികളും ഒക്കെ തിങ്ങി നിറഞ്ഞ് ഇങ്ങനെ കോർത്തൊരുക്കിയ ഈ മനോഹരമായ ഭൂമിയെ നമ്മൾ ഇപ്പോൾ നോക്കിയാൽ ഇതേ ഭംഗിയിൽ നമുക്ക് പലയിടത്തും കാണാൻ പറ്റുന്നുണ്ടോ? ഭൂമിയുടെ ഈ ഭംഗി, ഭൂമിയുടെ ഈ മനോഹാരിത, അല്ലെങ്കിൽ ഭൂമി എവിടെയെങ്കിലും വികൃതമാക്കപ്പെട്ട ഒരവസ്ഥ നമുക്കുണ്ടോ? ഉണ്ട്, ഇല്ല എന്നും പറയുന്നുണ്ട്. ഉണ്ട് അല്ലേ? ഉണ്ടെന്ന് പറയുന്നവരുണ്ട്. ഇല്ല എന്ന് തോന്നുന്നവർ ഭൂമിയെ ശരിക്കും നോക്കിയിട്ടുണ്ടാവില്ല അല്ലേ? അപ്പം അങ്ങനെയാണെങ്കിൽ ഈ ഭൂമി ഇങ്ങനെ വികൃതമാക്കപ്പെടാനായിട്ട് മനുഷ്യ പ്രവർത്തനങ്ങൾക്ക് എന്തെങ്കിലും പങ്കുണ്ടോ? അതിന് ഉത്തരം പറയുന്നതിന് മുമ്പേ നമുക്കൊരു ഗെയിമിലേക്ക് പോകാം. കളികൾ നമുക്കെല്ലാവർക്കും ഇഷ്ടമാണല്ലോ. എന്നാൽ കളിയുടെ ചില മുഹൂർത്തങ്ങൾ നൽകുന്ന ചില അനുഭവങ്ങൾ വളരെ പ്രധാനപ്പെട്ടതാണ്. ഇന്ന് നമുക്കുള്ള സർപ്രൈസ് ഗെയിം എന്താണെന്ന് പരീക്ഷിച്ചാലോ? ഗെയിം കളിക്കാം അല്ലേ? ഗെയിം കളിക്കാൻ ആഗ്രഹമുള്ള ഒരു 5-6 പേര് പോരെ? ഓക്കെ, നമ്മുടെ ഈ ഗെയിമിന് വേണ്ടി 6 പേര്. എത്ര പേര്? 6 പേരുണ്ടോ? 6 പേരില്ല, 6 പേരുണ്ട്. 6 പേര് ഇവിടെ ഗെയിമിന് ഇവിടെ റെഡി ആയിട്ട് നിൽക്കുന്നുണ്ട്. ഈ ടീമിനെ ഞാൻ എന്ത് ചെയ്യാൻ പോകാം? അവർ ഓൾറെഡി ഇങ്ങനെ നിൽക്കുക, എന്നാൽ അത് പറ്റില്ല, ഷഫിൾ ചെയ്യണം. നമ്മൾ ടീം എ, ടീം ബി എന്ന് ഞാൻ ഗ്രൂപ്പ് തിരിക്കാൻ പോവാണ് ഇവരെ. അപ്പം എങ്ങനെ തിരിക്കണം പറഞ്ഞോളൂ? എ, ഓക്കെ. എ എല്ലാം ഇങ്ങോട്ട് പോരെ, ബി അങ്ങോട്ട് പൊക്കോ, ബി അപ്പുറത്തോട്ട് പോവാം. ഓക്കെ, ഇപ്പം ഗ്രൂപ്പ് സെറ്റായി അല്ലേ? ഇനി നിങ്ങൾക്കുള്ള ടാസ്ക് ഇതാണ്. നമ്മൾ ഇവിടെ കുറച്ച് സ്ലിപ്സ് വെച്ചിരിക്കാൻ നിങ്ങൾ കണ്ടു അല്ലേ? ഈ സ്ലിപ്പുകൾ ഇവിടെ ഇരിക്കുന്നുണ്ട്. ഇത് നമ്മുടെ ഭൂമിയെ പ്രതികൂലമായി ബാധിക്കുന്ന കുറേ കാര്യങ്ങളുണ്ട്, ഭൂമിക്ക് അനുകൂലമായ കുറേ പ്രവർത്തനങ്ങളുണ്ട്, മനുഷ്യൻ ചെയ്യുന്ന പ്രവർത്തനങ്ങൾ. നിങ്ങൾ ചെയ്യേണ്ടത് ഇതാണ്. നിങ്ങളുടെ ഗ്രൂപ്പിൽ നിന്നൊരു ലീഡറെ കണ്ടെത്തണം. ഒരു ലീഡറെ നിങ്ങൾ തീരുമാനിച്ചോളൂ. എന്നിട്ട് ലീഡേഴ്സ് മാത്രം വന്നിട്ട് എന്ത് ചെയ്യണം? ഇതിൽ നിന്നൊരു സ്ലിപ്പ് അവർക്കെടുക്കാം. അതിൽ ഞാൻ പറഞ്ഞു 2 ഉണ്ട്, അതുകൊണ്ട് സോർട്ട് ചെയ്യണം. അപ്പം നിങ്ങൾക്ക് പ്രതികൂലമായി ബാധിക്കുന്ന ഒരു കാരണം കണ്ടെത്തിയാൽ ലീഡർ കൊണ്ടുപോയിട്ട് കൂടെയുള്ള കൂട്ടുകാരികൾക്ക് കൊടുക്കുക. അവരത് ആ മരത്തിൽ ഹാങ് ചെയ്യും. അപ്പം ടൈം സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തുടങ്ങുക, ടൈം ഫിനിഷ് പറയുമ്പോൾ അവസാനിപ്പിക്കണം. ഈ കുറഞ്ഞ സമയത്തിനുള്ളിൽ ഏറ്റവും കൂടുതൽ സ്ലിപ്സ് ആരാണോ ഹാങ് ചെയ്തത് അവരെയാണ് വിജയമാണ് പ്രഖ്യാപിക്കുക. നമുക്ക് ഗെയിം തുടങ്ങാം അല്ലേ? ഓക്കെ, റെഡി? 1, 2, 3 സ്റ്റാർട്ട്. ടൈം. ഓക്കെ, ഗ്രൂപ്പുകാർ കഴിഞ്ഞിട്ടില്ല അല്ലേ? ഓക്കെ, നമ്മൾ 2 ഗ്രൂപ്പുകാരുടെയും കളി കണ്ടു അല്ലേ? ഇത് ഏത് ഗ്രൂപ്പിനെ നമുക്ക് വിജയമായിട്ട് പ്രഖ്യാപിക്കാൻ പറ്റുന്നത്? ഏത് ഗ്രൂപ്പുകാരാ? ടീം എനാണോ ടീം ബീനാണോ? ടീം എ ആണ്. കൃത്യമായിട്ടും ഭംഗിയായിട്ട് അവർ ഫിനിഷ് ചെയ്തിട്ടുണ്ടെന്ന് തോന്നുന്നുണ്ട്. അതുണ്ട്, പക്ഷേ എണ്ണം എത്രയുണ്ട്? 4 എണ്ണം. അവർക്ക് എത്ര എണ്ണം കിട്ടി? 5 എണ്ണം കിട്ടി. പക്ഷെ അവർ ഫിനിഷ് ചെയ്യാൻ ഇത്രയും സമയം എടുത്തു. അങ്ങനെയാണെങ്കിൽ ഇവർ ഏകദേശം എന്താണ്? തുല്യരാണ് അല്ലേ? ഗുഡ്, പോയിരുന്നോളൂ. കൺഗ്രാജുലേഷൻ. ഓക്കെ, നമ്മൾ ഇവർ കളിച്ച ഗെയിം കണ്ടു അല്ലേ? ഇതൊരു വെറും ഗെയിം മാത്രമായിരുന്നില്ല അല്ലല്ലോ? പിന്നെ നിങ്ങൾക്ക് എന്താണ് ഈ ഗെയിമിൽ നിന്നും കിട്ടിയ ഒരു ബോധ്യം? ഒക്കെ ഒന്ന് വായിച്ചു നോക്കിക്കേ. എഴുതിയിരിക്കുന്നൊക്കെ വായിക്കാൻ പറ്റുന്നുണ്ടോ? വായിക്കാൻ പറ്റുന്നുണ്ട്, വായിക്കാൻ അറിയാലോ അല്ലേ? വായിച്ചേ. ഓക്കെ, വായിച്ചപ്പം എന്താണ് മനസ്സിലായത്? നമുക്ക് തരുന്ന ഒരുപാട് പാഠങ്ങളുണ്ട് അതിൽ അല്ലേ? ഒരു ഗെയിം എന്നതിലുപരിയായിട്ട് നമ്മളെ ഓർമ്മപ്പെടുത്തുന്ന അല്ലെങ്കിൽ നമുക്ക് നൽകുന്ന വലിയ ഒരു പാഠമുണ്ട് അല്ലേ? നോക്കിയേ, വനനശീകരണം, രാസവളം, നഗരവൽക്കരണം, പ്ലാസ്റ്റിക് ഉപയോഗം, പാടനികത്തി, ഇതൊക്കെ പ്രകൃതിയെ പ്രതികൂലമായിട്ട് ബാധിച്ചുകൊണ്ടിരിക്കുകയാണ്. നമുക്കറിയാം, ഇന്ന് ഫാക്ടറികളും വാഹനങ്ങളും പുറന്തള്ളുന്ന വലിയ തോതിലുള്ള കാർബൺ ഡൈ ഓക്സൈഡ് അന്തരീക്ഷത്തിൽ ഉളവാക്കുന്ന പ്രതിഭാസം ആഗോളതാപനം അല്ലേ? നമ്മളൊക്കെ പഠിക്കുന്നവരാണ്. ഈ ആഗോളതാപനത്തെ തടഞ്ഞു നിർത്താൻ സഹായകമാകുന്ന വനങ്ങൾ ഇന്നുണ്ടോ? ഇല്ല. വനനശീകരണം സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ പാടം നികത്തൽ, പ്ലാസ്റ്റിക്കിൻ്റെ ഉപയോഗം, ഇതെല്ലാം നമ്മുടെ ഭൂമിയെ ഇഞ്ചിഞ്ചായി കൊന്നുകൊണ്ടിരിക്കുകയാണ് അല്ലേ? ഭൂമി മരിച്ചുകൊണ്ടിരിക്കുകയാണ്.
അതുപോലെ തന്നെ കീടനാശിനികളുടെ രാസവള പ്രയോഗങ്ങളൊക്കെയും ഇന്ന് മനുഷ്യനെ വൈദ്യശാസ്ത്രത്തിന് പോലും കണ്ടുപിടിക്കാൻ പറ്റാത്ത പല രോഗങ്ങൾക്കും അടിമകളാക്കി മാറ്റിയിരിക്കുകയാണ്. അപ്പോൾ ഇതുപോലെ ഈ ഭൂമിയെ നശിപ്പിക്കുന്ന ഇത്തരം പ്രവർത്തനങ്ങൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ ചിന്തിപ്പിക്കേണ്ട ഒരുപാട് ചിന്തകളുണ്ട് അല്ലേ? ഭൂമിയെ വേദനിപ്പിക്കുന്ന അല്ലെങ്കിൽ ഭൂമിയെ കൊല്ലുന്ന പ്രവർത്തനങ്ങളാണ് ഇവയെല്ലാം എന്ന് നമ്മൾ മനസ്സിലാക്കുമ്പോൾ ഭൂമിക്ക് പതിറ്റാണ്ടുകൾക്ക് മുമ്പ് ഭൂമിക്ക് വേണ്ടി ഒരു ചരമഗീതം എഴുതി വെച്ച ഒരു മഹാകവിയുണ്ട്. ആ കവി ആരാണെന്ന് നിങ്ങൾക്കറിയോ? വെരി ഗുഡ്, ONV കുറുപ്പ്. ONV കുറുപ്പിൻ്റെ ഒരു മനോഹരമായ കവിതയാണ് ഇത്, ഭൂമിക്കൊരു ചരമഗീതം. ഭൂമിക്കൊരു ചരമഗീതം എന്ന കവിതയുടെ ഒരു നൃത്താവിഷ്കാരം നമുക്ക് വേണ്ടി ഇവിടെ അവതരിപ്പിക്കാനായിട്ട് അൽദിയ ഷാജി തയ്യാറായി വന്നിട്ടുണ്ട്. നമുക്ക് അൽദിയ ഷാജിയെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യാം. പുഷ്പം വിടർന്നതിൻ നിഴലിൽ നിനാളെ മരമിക്കേ ഉയരറ്റ നിൻകത്തശ്രുബിന്ദുക്കളാൽ ഉദകം പകർന്നു വിലപിക്കാൻ, ഉദകം പകർന്നു വിലപിക്കാൻ. ഇവിടെ അവശേഷിക്കയില്ലാരുമീ ഞാനും ഇതു നിനക്കായി ഞാൻ കുറിച്ചിടുന്നു. ഇനിയും മരിക്കാത്ത ഭൂമി നിന്നാസന്ന മൃതിയിൽ നിനക്കാത്മശാന്തി. പന്തിരുകുലം പെറ്റ പറയിക്കുമമ്മ നീ, പന്തിരുകുലം പെറ്റ പറയിക്കുമമ്മ നീ. എണ്ണിയാൽ തീരാത്ത തങ്ങളിലിണങ്ങാത്ത സന്തതികളെ നൊന്തു പെറ്റു. ഒന്നു മറ്റൊന്നിനെ കൊന്നു തിന്നുന്നത് കണ്ണാലെ കണ്ടിട്ടും ഒരുവരും കാണാതെ കണ്ണീരൊഴുക്കി നീ നിന്നു. പിന്നെ നിന്നെ തന്നെ അല്പാൽപമായി തിന്നു തിന്നു
കാലം മുതലേ അമ്മയായും ദേവിയായും സങ്കല്പിച്ചു പോന്ന ഭൂമിക്ക് മനുഷ്യന്റെ സ്വാർത്ഥതയുടെ വിഷനാളങ്ങൾ ഏൽപ്പിച്ച ദുരന്തങ്ങൾ ഏറെയാണ്. ഭൂമിയുടെ നിലനിൽപ്പിന് തന്നെ ഭീഷണിയാകുന്ന മനുഷ്യന്റെ ഇടപെടലുകളും പ്രവർത്തനങ്ങളും എന്തെല്ലാമാണെന്ന് നമുക്ക് പഠിക്കാം. അൽദിയയുടെ മുഖത്ത് ആ ഭൂമിയുടെ മുഴുവൻ ദുഃഖം ഉണ്ടായിരുന്നു അല്ലേ? ആ ദുഃഖം മുഴുവനും നെഞ്ചിലേറ്റി അത് മുഖത്ത് പ്രതിഫലിപ്പിച്ചുകൊണ്ടാണ് അൽദിയയുടെ അവതരിപ്പിച്ചത്. ശരിക്കും ഒരു എന്താ പറയുക, ഹൃദയസ്പർശിയായ ഒരു കവിത അല്ലേ? അതായത് പതിറ്റാണ്ടുകൾക്ക് മുമ്പ് ഭൂമിയുടെ ശരിക്കും ചരമഗീതം ആർക്ക് വേണ്ടിയാണ്? മരിച്ചവർക്ക് വേണ്ടിയിട്ടാണ് അല്ലേ? മരിച്ചതിന് ശേഷമാണ്, പക്ഷേ അതിന് മുമ്പേ എഴുതി വെക്കുകയാണ് ആര്? കവി. ചരമഗീതം എഴുതി വെക്കാണ്, വരാൻ പോകുന്ന ആസന്നമാകുന്ന മരണത്തിന് വേണ്ടി എന്നാണ് കവി പറയുന്നത്. കവി അതിനകത്തൊരു കാര്യം പറയുന്നുണ്ട്, നിന്റെയും എൻ്റെയും ആത്മശാന്തിക്കായിട്ട്. ആത്മശാന്തി നേരാണ്. ഭൂമി നശിക്കുന്നതോടുകൂടി എല്ലാം നശിക്കും എന്നുള്ളതാണ്. നോക്കിക്കേ, നമ്മൾ ഇപ്പോൾ ഈ കാലഘട്ടത്തിൽ കാണുന്നത് പോലെ വർദ്ധിച്ചു വരുന്ന ഈ നഗരവൽക്കരണവും ഭൂമിയുടെ അശാസ്ത്രീയമായ ഉപയോഗവും അതുപോലെ തന്നെ മനുഷ്യൻ്റെ അനധികൃതമായ ഭൂമിയിലേക്കുള്ള ഇടപെടലുമൊക്കെ ഭൂമിയെ ഇന്നും വികൃതമാക്കിക്കൊണ്ടിരിക്കുകയാണ്, അല്ലെങ്കിൽ ഭൂമിയുടെ മാറ് ഇന്ന് കീറി പിളർന്നുകൊണ്ടിരിക്കുകയാണ്. കവി ഇതിനകത്ത് പറയുന്ന ഒരു സങ്കല്പമുണ്ട്, അത് അമ്മയാണ്, ഭൂമി അമ്മയാണ്. മക്കൾ അമ്മയെ അവഗണിക്കുന്ന ഒരു ഭാവമായിട്ടാണ് ഈ കവിതയിൽ പറയുന്നത്. എത്രത്തോളം ക്രൂരതകളൊക്കെ ചെയ്തിട്ടാണ് ഈ അമ്മയാകുന്ന ഭൂമിയെ മക്കൾ ഉപദ്രവിച്ചു കൊണ്ടിരിക്കുന്നത് എന്ന് നമ്മളോട് കവി പറയുകയാണ്. ഓക്കെ, ഇങ്ങനെ മരണത്തിലേക്ക് കൂപ്പുകുത്തിക്കൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ നാശത്തിലേക്ക് പതിച്ചുകൊണ്ടിരിക്കുന്ന ഈ ഭൂമിയെ നമുക്ക് പുനർജീവിപ്പിക്കാൻ എന്ത് ചെയ്യാൻ കഴിയും? അത് ഇനി നമ്മുടെ ഉത്തരവാദിത്തമാണ്, അല്ലെങ്കിൽ ഈ തലമുറയുടെ ഉത്തരവാദിത്തമാണ്. നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും നമുക്ക് ഭൂമിക്ക് വേണ്ടി? നിങ്ങൾക്ക് എന്തെങ്കിലും സജഷൻസ് പറയാനുണ്ടോ? പച്ചപ്പുകൾ സംരക്ഷിക്കുക. പച്ചപ്പുകൾ സംരക്ഷിക്കുക അല്ലേ? നമുക്ക് ചുറ്റുമുള്ള ചെടികളും മരങ്ങളും സംരക്ഷിക്കുക. നമുക്ക് ചുറ്റുമുള്ള മരങ്ങളും ചെടികളും വെട്ടി നശിപ്പിക്കാതെ അതിനെ സംരക്ഷിക്കുക. ഒരു മരം മുറിക്കേണ്ടി വന്നാൽ മറ്റൊരു തൈ നടുക. ഓക്കെ, ഒരു മരം മുറിച്ചാൽ പകരം ഒരു തൈ നട്ടു വളർത്തുക. വളരെ നല്ല ആശയമാണ് പറഞ്ഞത് അല്ലേ? ഒരു ക്ലാപ്പ് കൊടുക്കാം. ഇനി ആർക്കെങ്കിലും? ജലസംഭരണി ശുചിയായി സൂക്ഷിക്കുക. ജലസംഭരണി ശുചിയായി സൂക്ഷിക്കുക. നമ്മുടെ അടുത്തുള്ള ജലസംഭരണി, കിണർ, അരുവി, അതെന്തുമാകട്ടെ അതെല്ലാം വൃത്തിയായി സൂക്ഷിക്കുക. ഓക്കെ, വെരി ഗുഡ്. നല്ല ആശയമാണല്ലേ? വൃത്തിയായി ജലസംഭരണി സൂക്ഷിക്കുക, അതുപോലെ തന്നെ ജലസംഭരണി നിർമ്മിക്കുകയും ചെയ്യാം അല്ലേ? എന്നോട് കൂട്ടിച്ചേർത്ത് നമുക്ക് പറയാം. ഓക്കെ, ഇനി ആർക്കെങ്കിലും? 2 പ്രവർത്തനങ്ങൾ പറഞ്ഞു, ആലോചിച്ച് നോക്കിയേ, നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? മഴവെള്ള സംഭരണികൾ സ്ഥാപിക്കണം. മഴവെള്ള സംഭരണി സിസ്റ്റർ പറഞ്ഞത് അവൾ ചേർത്ത് പറയാണ്, മഴവെള്ള സംഭരണി നിർമ്മിക്കണം. നമ്മളിപ്പോൾ ഒരുപാട് സ്ഥലങ്ങളിൽ മഴവെള്ള സംഭരണിയൊക്കെ നമ്മൾ നിർമ്മിച്ചു തുടങ്ങിയിട്ടുണ്ട്. വീടുകളിലും സുഹൃത്തുക്കളുടെ വീടുകളിലും പൊതുസ്ഥലങ്ങളിലും വിദ്യാലയങ്ങളിലും ഒക്കെ നമുക്ക് മഴവെള്ള സംഭരണികൾ സ്ഥാപിക്കാം. ഗുഡ്. ഇനിയും കഴിഞ്ഞോ? പ്ലാസ്റ്റിക്കിന്റെ ഉപയോഗം കുറയ്ക്കുക അല്ലേ? ഇപ്പോൾ നമുക്ക് ഗവൺമെൻറ് അതിനൊരു നിയമമൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. അത് ഫലപ്രദമായാൽ നമ്മൾ വിജയിച്ചു അല്ലേ? ഓക്കെ, നെക്സ്റ്റ്. സ്വകാര്യ വാഹനങ്ങൾ അത്യാവശ്യ ഘട്ടങ്ങളിൽ മാത്രം ഉപയോഗിക്കുക. വെരി ഗുഡ്. സ്വകാര്യ വാഹനങ്ങൾ അത്യാവശ്യ ഘട്ടങ്ങളിൽ മാത്രം ഉപയോഗിക്കുക. ബാക്കി സമയം നമ്മൾ എന്ത് ചെയ്യണം? പൊതുവാഹനങ്ങളിൽ സഞ്ചരിക്കാനായിട്ട് ശ്രമിക്കണം. ഇന്ന് ഏറ്റവും കൂടുതൽ നമ്മുടെ കേരളത്തെ മലീനസമാക്കുന്ന അല്ലെങ്കിൽ നശിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒന്ന് എന്താണ്? വാഹനങ്ങളുടെ വർധനവാണ് അല്ലേ? ഓക്കെ, കഴിഞ്ഞു. ഏകദേശം കുറേയൊക്കെ പ്രവർത്തനങ്ങൾ നമുക്ക് പറയാൻ പറ്റി. അപ്പോൾ നമുക്ക് ഈ പ്രകൃതി നൽകിക്കൊണ്ടിരിക്കുന്ന പ്രകൃതി വിഭവങ്ങളെ നമ്മൾ ഈ തലമുറ മാത്രം ഉപയോഗിച്ച് തീർക്കാതെ വരും തലമുറയ്ക്ക് വേണ്ടി കൂടി കരുതി വെക്കണമെന്ന ഒരു വലിയ പാഠം. അതാണെന്ത്? സുസ്ഥിര വികസനം അല്ലേ? അതിലേക്ക് നമ്മൾ ഒരു സ്റ്റെപ്പ് എടുത്ത് വെക്കണമെന്ന് നമ്മളെ ഓർമ്മപ്പെടുത്തുകയാണ്. ഇനി നമ്മൾ ഭൂമിയെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ മറ്റൊരു ആശയം എന്താണെന്ന് വെച്ചാൽ ഭൂമിയുടെ അവകാശത്തെ സംബന്ധിക്കുന്നതാണത്. ദൈവം ഭൂമിയെ സൃഷ്ടിച്ചപ്പോൾ മനുഷ്യന് വേണ്ടി മാത്രമാണോ ഭൂമിയെ സൃഷ്ടിച്ചത്? അല്ല, സൃഷ്ടികർമ്മത്തിൽ മറ്റ് ജീവജാലങ്ങളെയും സൃഷ്ടിച്ചതായിട്ട് പറയുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ഭൂമി നമ്മുടെ സ്വന്തമല്ല എന്നുകൂടി ഒരു സത്യം നമ്മൾ ഓർമ്മിപ്പിക്കുകയാണ്. വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ ഒരു കഥ ഇവിടെ ആരോ പറയുകയുണ്ടായി അല്ലേ? പേര് പറഞ്ഞു, ഭൂമിയുടെ അവകാശികൾ എന്ന് പറയുന്ന ഒരു ഒരു കഥ. ആ കഥയിൽ വൈക്കം മുഹമ്മദ് ബഷീർ പറഞ്ഞു വെക്കുന്ന ഒരു കഥയുണ്ട്. അതായത് അദ്ദേഹം വില കൊടുത്തു വാങ്ങിയ 2 ഏക്കർ ഭൂമിയിൽ സ്വസ്ഥമായി ജീവിക്കാമെന്ന് കരുതി ഇരുമ്പ് ഗേറ്റ് പണിത് മുള്ളുവേലി കമ്പി കെട്ടി അങ്ങനെ ജീവിതം സ്വസ്ഥമായി ഭദ്രമായി എന്ന് കരുതിയിരിക്കെ അതാ ക്ഷണിക്കാത്ത അതിഥികൾ അദ്ദേഹത്തിൻ്റെ പറമ്പിലേക്ക് കടന്നു വരുന്നു. അത് മറ്റാരുമായിരുന്നില്ല, പൂമ്പാറ്റകളും പക്ഷികളും പാമ്പുകളും എലികളും ചിതലുകളും.
എന്തിനു വേണ്ട? വിഷം തുപ്പുന്ന പാമ്പുകളും തേളുകളും പോലും അതിലുണ്ടായിരുന്നു എന്നാണ് പറയുക. വൈക്കം മുഹമ്മദ് ബഷീർ പറഞ്ഞു വെക്കുന്നത് അവർക്കും അവകാശമുണ്ട് ഈ ഭൂമിയിൽ, അവരും ഈ ഭൂമിയുടെ അവകാശികൾ തന്നെയാണ്. അതുകൊണ്ട് നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, മനുഷ്യൻ ഇന്ന് മറന്നു പോകുന്ന ഒരു സത്യം എന്താണെന്ന് വെച്ചാൽ ഭൂമി മറ്റുള്ളവരുടേത് കൂടെ ആണെന്നുള്ള ആ വലിയ സത്യമാണ്. നോക്കിക്കേ, ഭൂമി നമ്മുടെ പൊതുഭവനമാണെന്ന് നമ്മളെ പഠിപ്പിക്കുന്ന, നമുക്ക് പ്രബോധനം നൽകുന്ന ഒരു മനോഹരമായ ചാക്രിക ലേഖനം വിശുദ്ധ ഫ്രാൻസിസ് മാർപ്പാപ്പ എഴുതിയിട്ടുണ്ട്. ഏതാണ് ആ ചാക്രിക ലേഖനം? ആർക്കാ പറയാൻ പറ്റുക? ലൗദാത്തോ സി. വെരി ഗുഡ്, ലൗദാത്തോ സി അല്ലേ? ലൗദാത്തോ സി, അങ്ങേക്ക് സ്തുതി. ആ ഒരു ചാക്രിക ലേഖനത്തിൽ മാർപ്പാപ്പ പറഞ്ഞു വെക്കുന്ന മനോഹരമായ കാര്യമുണ്ട് ഭൂമിയെക്കുറിച്ച്. ഭൂമി നശിച്ചുകൊണ്ടിരിക്കുന്നതിനെക്കുറിച്ചും ഭൂമി ഒരു പൊതുഭവനമാണെന്ന ഒരു ധാരണ നമ്മൾ മനസ്സിൽ സൂക്ഷിക്കേണ്ടതിനെക്കുറിച്ചും പറഞ്ഞു വച്ചിരിക്കുകയാണ്. അതുപോലെ തന്നെ പ്രകൃതിയെ പ്രണയിച്ച, പ്രകൃതിയിലെ സൃഷ്ടവസ്തുക്കളെയൊക്കെ സഹോദരിയും സഹോദരനുമായി കണ്ട ഒരു വിശുദ്ധൻ കൂടിയുണ്ട് നമുക്ക്. വിശുദ്ധ ഫ്രാൻസിസ് അസീസി. വെരി ഗുഡ്, വിശുദ്ധ ഫ്രാൻസിസ് അസീസി. വിശുദ്ധ ഫ്രാൻസിസ് അസീസിയുടെ കീർത്തനങ്ങൾ അത് ഉൾപ്പെടുത്തിയിട്ടാണ് മാർപ്പാപ്പ ഈ ചാക്രിക ലേഖനം എഴുതുന്നത്. മനോഹരമായ കീർത്തനത്തിൽ വിശുദ്ധ ഫ്രാൻസിസ് അസീസി പറഞ്ഞു വെക്കുന്നത് പ്രപഞ്ചത്തിലെ എല്ലാ സൃഷ്ടവസ്തുക്കളെയും സഹോദര സഹോദരി എന്ന് അഭിസംബോധന ചെയ്തുകൊണ്ടാണ്. എത്രമാത്രം പ്രകൃതിയെ പ്രണയിച്ച, അല്ലെങ്കിൽ പ്രകൃതിയെ സ്നേഹിച്ച, അവളെ ഓരോ ജീവന്റെ തുടിപ്പിലും ദൈവത്തിൻ്റെ കരസ്പർശം കണ്ട ഒരു വിശുദ്ധനാണ് വിശുദ്ധ ഫ്രാൻസിസ് അസീസി. അപ്പോൾ നമുക്ക് മുൻപേ നമ്മളെ പ്രബോധിപ്പിക്കാനായിട്ട് ഒരുപാട് വിശുദ്ധർ അല്ലെങ്കിൽ ഒരുപാട് എഴുത്തുകാരൊക്കെ നമുക്ക് ഈ ഭൂമിയുടെ മനോഹരമായ കഥകൾ പങ്കുവെച്ചു. ദൈവം, ഈശ്വരൻ രചിച്ച മനോഹരമായ ഒരു ഗ്രന്ഥമാണ് പ്രകൃതി എന്ന് ഹാർവേ പറഞ്ഞു വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഭൂമിയെ സ്നേഹിച്ച ഒരുവൻ്റെ ഹൃദയത്തെ ഒരിക്കലും ഭൂമി വേദനിപ്പിക്കില്ല എന്ന് വില്യം വേഡ്സ്വർത്തും പറഞ്ഞു വെച്ചിട്ടുണ്ട്. ഓക്കെ, ഈ അവസരത്തിൽ പ്രിയ കുട്ടികളെ, നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യമുണ്ട്, ഒരു സത്യമുണ്ട്. അതെന്താണെന്ന് വെച്ചാൽ ഭൂമി നമ്മുടെ സ്വന്തമല്ല. ഭൂമി എല്ലാ ജീവജാലങ്ങൾക്കും ഒരുപോലെ അവകാശപ്പെട്ടതാണ്. ആ സത്യം നമ്മൾ തിരിച്ചറിയണം. ഭൂമിയിലുള്ള സഹജീവികളെ സഹോദരങ്ങളായി കണ്ട് പരസ്പര ആശ്രയത്വത്തിൽ ജീവിക്കാനായിട്ട് നമുക്ക് ഓരോ നിമിഷവും തീരുമാനമെടുക്കാം, പ്രതിജ്ഞയെടുക്കാം. നിങ്ങൾ നാളത്തെ നല്ല ഭാവിക്കായി, നല്ല ഭൂമിക്കായി കരുതുന്നവരും ജീവിക്കുന്നവരും പ്രവർത്തിക്കുന്നവരുമായി മാറട്ടെ എന്ന് ആശംസിക്കുന്നു. നമുക്ക് നല്ലൊരു ആക്ഷൻ സോങ് പഠിച്ചാലോ? ഒന്ന് ഉഷാറാവാൻ റെഡിയല്ലേ? ഭൂമി സകല ജരാചരങ്ങൾക്കും ഒരുപോലെ അവകാശപ്പെട്ടതാണ്. പ്രകൃതിയെ പ്രണയിച്ച വിശുദ്ധ ഫ്രാൻസിസ് അസീസി സഹോദര സഹോദരി എന്ന് വിളിക്കും പോലെ ആ സ്നേഹഗീതത്തോടൊത്ത് നമുക്കും ചുവടുവെക്കാം. ഈ ഭൂമി കാവൽ
ഇന്നത്തെ എപ്പിസോഡ് എല്ലാ കൂട്ടുകാർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. പൊതുഭവനമായി ഭൂമിയെ സംരക്ഷിക്കാൻ നമുക്കും പ്രതിജ്ഞയെടുക്കാം. അടുത്ത എപ്പിസോഡിൽ നമുക്ക് വീണ്ടും കാണാം.